ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 20 പാനലായി കട്ട് ചെയ്തെടുത്ത പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റെഡിമെയ്ഡ് ഫിനിഷിംഗ് ഗൗണാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ടും ചെയ്യാം, ഗൗണായിട്ട് തന്നെ ചെയ്യണമെന്നില്ല. അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചാൽ മതി. ഈ ഒരു ഗൗണിൻ്റെ താഴ്വശത്തും അതുപോലെ തന്നെ ഷോളിനൊക്കെ നല്ല അടിപൊളി ലേസ് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും, കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് പോലും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 7.5 മീറ്റർ ഇതുപോലെ ഷിഫോൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. സെൽഫ് വർക്കാണ്. അതുപോലെ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്, ഗ്രേപ്പാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലേസും വാങ്ങിയിട്ടുണ്ട്. 180 രൂപയാണ് ഈ ലേസിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. ടോട്ടൽ 6 മീറ്റർ ലേസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോണാണ് മെയിൻ ഫാബ്രിക് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഇതാ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് യോക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യുക, പക്ഷേ ഇവിടെ 2 പീസായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബാക്ക് പോർഷനാണ് ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് 2ആയിട്ട് ഫോൾഡ് ചെയ്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും ഒരു സൈഡും ഒക്കെ ഓപ്പണിംഗ് ആണ്. ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ക്ലോസ് ആയിട്ട് വരുന്നത്. ആ ഭാഗത്താണ് നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഞാൻ നിൽക്കുന്ന ഭാഗത്തുള്ളതാണ് ക്ലോസ് ആയിട്ടുള്ള സൈഡ്, അതായത് ഫോൾഡിങ് വരുന്ന സൈഡ്. ഇതിലാകെ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ 2ആയി ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4ൽ 1 ഭാഗമാണ് എടുക്കേണ്ടത്. അത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ അതിൻ്റെ 4ൽ 1 ഭാഗം എടുക്കുക, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് ഞാനിവിടെ 12 ഇഞ്ച് എടുത്തിരിക്കുന്നത്. എൻ്റെ 4ൽ 1 ഭാഗം എന്ന് പറയുന്നത് 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 12 ഇഞ്ച്. അതാണ് ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്യാനുള്ള ഒരു വീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ യോക്ക് പോർഷൻ്റെ ഇറക്കം വേണ്ടത് അതെടുക്കുക. ഞാനിവിടെ 15 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ 14 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. ഞാൻ 15 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. കുറച്ച് ലെങ്ത്തിൽ കിടന്നാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾ സാധാരണ എടുക്കുന്ന അളവ് തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. 16 ഇഞ്ച് എടുത്തു. മുകൾ വശം ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും താഴ്വശം യോക്ക് പോർഷനും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ പാനൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 16 ഇഞ്ച്. ഈ ഒരു അളവിലായിരിക്കണം നിങ്ങൾ ക്ലോത്ത് എടുക്കേണ്ടത്. ഈ ഒരു അളവ് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4ൽ 1 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതുപോലെ ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. എനിക്ക് 7 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച്. നിങ്ങൾ നോർമലി എത്രയാണോ ഷോൾഡർ എടുക്കുക അത് തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെയാണ് ഞാൻ ആം ഹോളിനും എടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിതാ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ടും നമുക്കൊന്ന് ബോക്സാക്കി എടുക്കാം. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. എനിക്ക് വേണ്ടുന്ന ചെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 12 ഇഞ്ച്. അത് മാത്രമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ആം ഹോൾ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ആം ഹോൾ കർവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തെ വീതി എടുക്കണം. താഴ്വശത്തെ വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ബോഡിയിൽ നിന്നും 15 ഇഞ്ച് ഇറക്കം നമ്മൾ എടുത്തില്ലേ, അതിൻ്റെ റൗണ്ട് അതിൻ്റെ 4ൽ 1 ഭാഗം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. ഈ ഒരു ഗൗൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റിലായിട്ട് ഇടാൻ പാടില്ല. കുറച്ചൊരു ലൂസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ അളവെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സാധാരണ നിങ്ങൾ എടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസ് കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാൻ, അത് മറക്കരുത്. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ താഴ്വശത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ കുറച്ചൊന്ന് അയഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. അപ്പോൾ ഇത് രണ്ടും നമ്മളിത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴ്വശത്ത് നമ്മളൊരു 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് സ്കേർട്ട് പോർഷനൊക്കെ വരുമ്പോൾ ഈ ഒരു സൈഡ്, അതായത് ആ 1 ഇഞ്ച് കയറ്റിയ സൈഡ് ഒന്ന് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നില്ല, കാരണം ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുക. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതാണ്ട് ഒരു കുറച്ച് വിട്ടിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നെക്കിൻ്റെ ഒരു 3 ഇഞ്ചൊക്കെ വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇവിടെ മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തത്. ഇപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അളവിൻ്റെ 4/1 ഭാഗം എടുത്ത് ക്ലോത്ത് ഫോൾഡ് ചെയ്തു. അതുപോലെ ഇറക്കം എടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ എടുത്തു, ആം ഹോൾ എടുത്തു, ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തു, ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു, താഴ്വശത്തെ വീതി മാർക്ക് ചെയ്ത് അതൊന്ന് ഷേപ്പ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇത്രയും മാത്രമാണ് നമ്മൾ ബാക്ക് പോർഷനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. സിമ്പിളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പീസിനെ മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷന് വേണ്ടി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അത് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ അളവുകളിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ക്ലോത്ത് 2ആയി ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ചുളിവൊന്നും ഇല്ലാതെ വിരിച്ചിട്ടിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡിങ് വരുന്നത് ഞാൻ നിൽക്കുന്ന ഭാഗത്താണ്. മറ്റ് 3 സൈഡും ഓപ്പണിംഗ് ആണ് കേട്ടോ വരുന്നത്. ക്ലോത്ത് വളരെ നന്നായിട്ട് വിരിച്ചിടണം. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 11 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 12 ഇഞ്ചാണ് നമ്മൾ ബാക്ക് പോർഷൻ എടുത്തത്. പക്ഷേ ഇവിടെ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം. അതായത് നമുക്ക് കിട്ടിയ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ. അങ്ങനെ 13 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇറക്കത്തിലും മാറ്റമുണ്ട്. ഇറക്കം നേരത്തെ നമ്മൾ 15 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 16 ഇഞ്ചിലാണ് കേട്ടോ ക്ലോത്ത് കട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കണം. കാരണം പ്രിൻസസ് കട്ട് ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ നഷ്ടപ്പെട്ടു പോകും, ഇറക്കം കുറയും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇറക്കത്തെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടു. വീതിയിലായാലും ഇറക്കത്തിലായാലും ഓരോ ഇഞ്ച് ബാക്ക് പോർഷനേക്കാളും കൂടുതൽ എടുക്കണം. ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതിൽ കൂട്ടാനോ കുറക്കാനോ ഒന്നും നിൽക്കണ്ട. എന്നിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. എന്നാൽ ആം ഹോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെയൊക്കെ 7.5 ഇഞ്ച് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. കാരണം പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം കട്ടായി പോവും. നമ്മളത് എക്സ്ട്രാ കൂട്ടാതെ ആണത് മാർക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ആം ഹോള് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ആം ഹോളിൽ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. നോർമലി ഞാൻ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് 8.5 ഇഞ്ച് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മറക്കരുത്. മറന്നാൽ നമ്മുടെ ആം ഹോള് ടൈറ്റായി പോകും കേട്ടോ. ഇനി ഇത് രണ്ടും നമ്മൾ യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തു. ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ആം ഹോള് മാർക്ക് ചെയ്തെടുത്ത് ഇനി അത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ആ റൗണ്ടിൻ്റെ 4/1 11 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി, അത് തയ്യൽ തുമ്പാണ്. ഇനി 1 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ വീതിയും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഇറക്കവും ഒക്കെ കുറയും. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്ട്രാ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും താഴ്വശം നമുക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാർക്ക് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടതാണ്. ഇത് നമ്മൾ നോർമലി തയ്യൽ തുമ്പ് കൂടി എക്സ്ട്രാ വരുന്നതാണ്. ഇനി മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 3 ലൈനിൽ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത്, മറ്റ് നമ്മൾ നോർമലി തയ്യൽ തുമ്പ് പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ആ 3ാമത്തെ ലൈൻ വരുന്നത്. ഇത്രയും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് ചെയ്യാനാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ആം ഹോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീതിയിലും ഇറക്കത്തിലും അതുപോലെ തന്നെ ആം ഹോളിലുമാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. താഴ്വശത്തെ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, അതിവിടെ ചെയ്യണ്ട കേട്ടോ. അത് നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷൻ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അത് കറക്റ്റായിട്ട് വരും.
അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റും അതുപോലെ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഈ ലാസ്റ്റ് മാർക്ക് ചെയ്ത ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഫസ്റ്റോ സെക്കൻഡോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ആം ഹോളും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് എടുക്കണം. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ട പോയിൻ്റ്, അതുവരെയുള്ള റൗണ്ടാണ് എടുക്കേണ്ടത്. കട്ട് ചെയ്യേണ്ട പോയിൻ്റോ നമ്മൾ എക്സ്ട്രാ എടുത്ത പോയിൻ്റോ ഒന്നും കൂട്ടണ്ട. ഇവിടെ നിന്ന് ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ടാപ്പ് ഭദ്രമായി പിടിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് കൃത്യമായിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക. ഇപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ 10 ഇഞ്ചിൻ്റെ നേർപകുതി, അതായത് നമുക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ നേർപകുതി എടുക്കുക. അപ്പോൾ 5 ഇഞ്ച്. ആ 5 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിട്ട് കൊടുക്കുക. ഈ ആം ഹോളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ മാർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നേർപകുതി എടുത്തിട്ട് അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റ് പോയിൻ്റ് എവിടെയാണോ വരുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ഓരോ സൈസിനും ഓരോ അളവായിരിക്കും. നിങ്ങൾക്ക് ബോഡിയിൽ നിന്നും അളവെടുത്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈസിന് അടിസ്ഥാനത്തിലുള്ള അളവ് ഞാനിത് ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒന്ന് അളവെടുത്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിൽ നിന്നും താഴേക്ക് എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഇത് കൃത്യമായിട്ട് നമ്മളിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പല സൈസിനുള്ള അളവുകൾ ഞാൻ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിരിക്കും. നിങ്ങൾ ബോഡിയിൽ നിന്നും എടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ആം ഹോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു, അതുപോലെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2 ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള വീതി എടുക്കണം കേട്ടോ. ആ ഒരു വീതി നിങ്ങൾ ജസ്റ്റ് 2 പോയിൻറ്റുകൾ തമ്മിലുള്ള അളവെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈസ് ചാർട്ടും ഞാൻ താഴെ കൊടുക്കുക കേട്ടോ. അതൊന്ന് ഫോളോ ചെയ്താലും മതി. ഏതാണ്ടത് കൃത്യമായിരിക്കും കേട്ടോ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഡിഫറൻസ് വരുള്ളൂ. ബോഡിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ, അതൊന്ന് ഓർക്കുക. ഇനി ഇതാ ഞാനിവിടെ ഒരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൃത്യമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീതിക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുത്തു, ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇറക്കം എടുത്തു, വീതി എടുത്തു, ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ മാർക്ക് ചെയ്ത പോയിൻറ്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഏറ്റവും താഴ്വശത്തും നമ്മൾ മുകളിലെടുത്ത ആ ഒരു 4.5 ഇഞ്ച് വീതി ഉണ്ടല്ലോ, നിങ്ങൾ എത്രയാണോ മുകളിൽ വീതി എടുത്തത് അത് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഈ 3 പോയിൻറ്റുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് ആ ഒരു ഷേപ്പിൽ ജോയിൻ ചെയ്തെടുക്കണം. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ ചെയ്ത് നോക്കുക. എന്നിട്ടൊരു പഴയ ക്ലോത്തിൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്റ്റ് ഫിനിഷിങ് മനസ്സിലാവും കേട്ടോ. ഈ പറയുന്ന അളവുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് കൃത്യമായി കട്ട് ചെയ്തു. എന്നിട്ട് സെയിം അളവിൽ തന്നെ ലൈനിങ് ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും സെൻറ്ററിൽ 2 പീസും സൈഡിൽ 4 പീസുമാണ് കേട്ടോ വരുന്നത്. 2 മെയിൻ ഫാബ്രിക്കും 2 ലൈനിങ് ഫാബ്രിക്കും ആണ്. ഇനി നമുക്ക് ഈ സൈഡിൽ വരുന്ന ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കാം. ഫസ്റ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്, വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് സെൻറ്റർ പോയിൻ്റ് ആണ്. സെൻറ്റർ പോയിൻറ്റിൻ്റെ ലൈനിങ് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ഭാഗം മുകളിലായിരിക്കണം. അതായത് നമുക്ക് ഏതാണോ പുറത്ത് കാണേണ്ടത് അത് മുകളിലായിരിക്കണം. ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം ഭാഗമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ശേഷം ഇത് മുഴുവനായിട്ടും ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക. കാരണം ക്ലോത്ത് രണ്ടും തമ്മിൽ മൂവ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതായത് 2 മെയിൻ ഫാബ്രിക്കും 2 ലൈനിങ് പീസും വരുന്ന ആ ഒരു ഭാഗം നമുക്ക് എടുക്കുക. അതിൽ ലൈനിങ് ഫാബ്രിക് നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് താഴ്വശത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് കൂടി വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം ഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത്. 2 സൈഡിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇവിടെയും ലൈനിങ്ങിൻ്റെ നല്ല വശമായിരിക്കണം, മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശമായിരിക്കണം. ശേഷം
നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോത്തുകൾ തമ്മിലുള്ള മൂവ്മെൻറ്റ് കുറക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈനിങ് വേറെ മെയിൻ ഫാബ്രിക് വേറെ നിൽക്കും. ഇപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നാൽ ഈ ഒരു ഭാഗം കൺഫ്യൂഷൻ ഇല്ലാതെ തീരും കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്ലോത്തിൻ്റെയും നല്ല വശമാണ് മുകളിൽ നിൽക്കുന്നത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തെ പീസ് ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു പോയിൻ്റ് കണ്ടോ, അതായത് ആ ഒരു പോയിൻ്റുകൾ തമ്മിൽ ഇതുപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അല്ലാതെ ഒന്നിച്ച് വലിച്ച് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ പതുക്കെ മൂവ് ചെയ്തിട്ട് ഒരു 4-5 സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും മെഷീൻ നിർത്തി വീണ്ടും കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വേണം ഇത് മുഴുവനായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ ഭാഗവും കറക്റ്റ് ഇതുപോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് കോണ് മറ്റേ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് മുകളിൽ നിന്നും താഴേക്ക് കൃത്യമായിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എളുപ്പത്തിന് നമ്മൾ വേഗം താഴ്വശത്ത് വെച്ചിട്ട് താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് കംപ്ലീറ്റ് ആയിട്ട് പോവും. കൃത്യമായി മുകളിൽ നിന്നും താഴേക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് താഴ്വശത്ത് നിന്ന് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ലേ. നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇതുപോലെ നല്ല വശങ്ങൾ രണ്ടും ഒരുപോലെ വെച്ചിട്ട് ഇതാ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ നമ്മളിതാ കുറച്ച് ഭാഗമാണ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തന്നെയല്ല, കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തു, പിന്നീട് അങ്ങോട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തു, വീണ്ടും പതുക്കെ മൂവ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരിക്കലും ഒന്നിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ചെറിയ ഭാഗം ബാലൻസ് ഒക്കെ വരും, അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. മറ്റേ സൈഡും നമ്മൾ അതുപോലെ തന്നെയാണ് പതുക്കെ മൂവ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കുറച്ച് ഭാഗം എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാം. കൃത്യമായി വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയാൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ വീതിയിലും നീളത്തിലും ഓരോ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക് വെച്ച് കൊടുക്കാം. ഇവിടെയും ലൈനിങ്ങിൻ്റെ നല്ല വശമായിരിക്കണം, അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെയും 4 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ വിട്ടുപോവാതിരിക്കാനാണ്. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ഫാബ്രിക് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തു. ഇനി ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാണ്. കാരണം ക്ലോത്ത് നമ്മൾ ടോട്ടലി 4ആയി ഫോൾഡ് ചെയ്തിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോത്തിനെ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തു. ഇത് 2 ഫോൾഡിങ് വരുന്നതും പിന്നെ 2 ഓപ്പണിങ് വരുന്നതും, അങ്ങനെയാണ് 4 പീസ് വരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഇറക്കം നോക്കാം. ഇറക്കം 56 ഇഞ്ചാണ്. ഈ 56ൻ്റെ കൂടെ നമ്മൾ ഇതുവരെ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു 15 ഇഞ്ച് കുറയ്ക്കേണ്ടതുണ്ട്. അതായത് ടോട്ടൽ ഇറക്കത്തിൽ നിന്നും 15 ഇഞ്ച് കുറയ്ക്കണം. കാരണം നമ്മൾ യോക്ക് പോർഷൻ 15 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കിട്ടുക 15 ഇഞ്ചിലാണ്. അപ്പോൾ യോക്ക് പോർഷനിലേക്ക് സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ ഇറക്കത്തിൽ നിന്നും യോക്ക് പോർഷന് നിങ്ങൾ എത്രയാണോ ഇറക്കം എടുത്തത് അത് കുറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ച് എടുത്തത് കൊണ്ട് തന്നെ 56 ഇഞ്ചിൽ നിന്നും 15 ഇഞ്ച് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ 41 ഇഞ്ചാണ് നമുക്ക് ഇറക്കം കിട്ടുന്നത്. അതായത് സ്കേർട്ട് പോർഷൻ 41 ഇഞ്ചിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഗൗണാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് എടുക്കുക. ടോപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടം വരെയാണോ ഇറക്കം വേണ്ടത് അതെടുക്കുക. ഞാനിപ്പോൾ ഗൗണാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ യോക്ക് പോർഷന് ആവശ്യമായ 15 ഇഞ്ച് കുറച്ചത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. മുകളിൽ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും താഴ്വശം ഫോൾഡ് ചെയ്യാൻ 1/2 ഇഞ്ചും. താഴ്വശത്ത് ഒരിക്കലും 1 ഇഞ്ച് എടുക്കരുത്. കാരണം ഇതുപോലുള്ള ഗൗണുകൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതാ കൃത്യമായിട്ട് ഇവിടെ 41 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറക്കത്തിൻ്റെ കാൽക്കുലേഷനൊക്കെ കൃത്യമായി ചെയ്തു, അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്ത്
നമ്മൾ കട്ട് ചെയ്ത യോക്ക് പോർഷൻ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ബാക്ക് പോർഷൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കൃത്യമായി വെച്ചതിന് ശേഷം ആ യോക്ക് പോർഷൻ്റെ താഴ്വശത്ത് വരുന്ന വീതി ഇതുപോലെ മാർക്ക് ചെയ്യുക. അതാണ് നമുക്കിതിൻ്റെ മുകളിൽ വേണ്ട വീതി. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ അതിൻ്റെ വീതി കൂട്ടിക്കൂട്ടി എത്രയാണോ ക്ലോത്ത് നമുക്കുള്ളത് ആ ക്ലോത്തിൻ്റെ വീതി മുഴുവനായിട്ടും എടുക്കുക. അത് താഴ്വശം എത്തുമ്പോൾ നമ്മൾ അതുപോലെ വീതി കൂട്ടി കൊണ്ടുവന്നിട്ട് താഴ്വശത്ത് എത്തുമ്പോൾ മുഴുവനായിട്ടും എടുക്കുക. നിങ്ങൾ ഇതുപോലെ ക്ലോത്ത് മൂവ് ചെയ്യാൻ പാടില്ല, എനിക്ക് വീഡിയോയിൽ കിട്ടണം. അതുപോലെ താഴ്വശത്ത് ഇതുപോലെ ഒരു 3 ഇഞ്ചോളം എക്സ്ട്രാ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചായാലും മതി, കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ നേരെ മുകളിലേക്ക് പോയിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്ത് ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ പാടില്ല. എനിക്ക് ക്യാമറയിൽ കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ മൂവ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ 4 പീസാണുള്ളത്. അത് ഓപ്പൺ ചെയ്ത ഫ്രണ്ടിൻ്റെ ഒരു പീസും ബാക്കിൻ്റെ ഒരു പീസാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് നമുക്ക് വേണ്ടുന്ന ഇറക്കത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടി ലൈനിങ് കട്ട് ചെയ്തില്ലേ 41 ഇഞ്ചിൽ, അതേ 41 ഇഞ്ചാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഇറക്കവും എടുക്കേണ്ടത് കേട്ടോ. ഇറക്കമാണ് ഞാനിപ്പോൾ പറയുന്നത്. 41 ഇഞ്ച് ഇറക്കത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് തുമ്പ് അടക്കമാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് പാനൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീതിക്ക് 2 സൈഡിലും കുറച്ച് ഭാഗം ഡിസൈൻ ഇല്ലാതെ ഉണ്ട്, അത് ഒഴിവാക്കുകയൊന്നും വേണ്ട. അത് കട്ട് ചെയ്യുമ്പോൾ ഒഴിവായി പോകും കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്ലോത്തിനെ 2ആയി ഫോൾഡ് ചെയ്തു. ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തു കൂടി തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പാനൽ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ ഇല്ലാത്ത ഭാഗം യൂസ് ചെയ്യാം. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ചെറിയ ഒരു പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 7 പീസെങ്കിലും നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു 6 പീസെങ്കിലും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 സൈഡിലും ആയിട്ട്. അപ്പോൾ ഇതിൽ അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബാക്ക് പോർഷൻ്റെ താഴ്വശത്തെ വീതി എടുക്കാം. നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തതിൻ്റെ ബാക്ക് പീസിൻ്റെതാണ് കേട്ടോ നമ്മൾ താഴ്വശം എടുക്കുന്നത്. അതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരളവ്. 22 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്ന വീതി. ഈ 22 ഇഞ്ചിനെ നമ്മൾ എത്ര പീസായിട്ടാണോ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എനിക്ക് 22 ഇഞ്ചാണ്. ഞാൻ ഫ്രണ്ട് പോർഷനിൽ 10 പീസും ബാക്ക് പോർഷനിൽ 10 പീസുമാണ്. അപ്പോൾ 22നെ നമ്മൾ 10 പീസാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താഴ്വശത്തെ അളവ് എത്രയാണോ കിട്ടിയത് അതിനെ നിങ്ങൾ എത്ര പീസാക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കാൽക്കുലേറ്ററിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും കേട്ടോ. അതിപ്പോൾ നിങ്ങൾ 22നെ 10ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.2 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്നും ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ നമ്മൾ മുകൾ വശത്ത് ചെയ്യേണ്ടത് 3.2 ഇഞ്ചാണ്. എന്നാൽ ഈ 3.2 ഇഞ്ചിൻ്റെ ഇരട്ടി ആയിരിക്കണം നമ്മൾ താഴ്വശത്തെ വീതി മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നുകൂടി നോക്കാം. നമുക്ക് 22നെ 10 പീസാക്കുമ്പോൾ 2.2 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയപ്പോൾ 3.2. ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ അളവിൻ്റെ നേർപകുതി വേണം നമ്മൾ എടുക്കാൻ. ആ കിട്ടിയ അളവ് അതുപോലെ മാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ 2 സൈഡിൽ ഫോൾഡ് ചെയ്തിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ നേർപകുതി എടുക്കുക. 1.6 ആണ് നമുക്ക് കിട്ടുന്നത്. ആ അളവിനെ നമ്മൾ മുകൾ വശത്ത് ഈ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റും അതിൻ്റെ സൈഡും ശ്രദ്ധിക്കണം കേട്ടോ. മുകൾ വശത്ത് നമ്മൾ ഇവിടെയാണ് ആ ഒരു 1.6 മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഭാഗം കണ്ടോ, അതാണ് നമുക്ക് താഴ്വശത്തെ വീതി കിട്ടുക. താഴ്വശത്തെ വീതി ടോട്ടൽ 6.4 ആണ് കേട്ടോ കിട്ടുക. അതിൻ്റെ നേർപകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. 3.2 ആണ്. അത് നമുക്കിവിടെ അത്രയെങ്കിലും കിട്ടണം, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. നമ്മളിവിടെ മുകൾ വശത്തെ വീതിയും താഴ്വശത്തെ വീതിയും മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് താഴ്വശത്തും മുകൾ വശത്തതും താഴ്വശത്തതും നമ്മൾ മാർക്ക് ചെയ്യും കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ 3.2 എങ്കിലും കിട്ടണം. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് 4 കിട്ടുന്നുണ്ട്. അത് 4ഓ 5ഓ 6 ആയാലും കുഴപ്പമില്ല. നല്ല വീതി കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. പക്ഷെ അതിനനുസരിച്ച് ക്ലോത്ത് വേണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു സൈഡിലാണ് താഴ്വശത്ത് നെക്സ്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നത്. 1.6 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ 1.6 മാർക്ക് ചെയ്തതിൻ്റെ മറ്റേ സൈഡിൽ വരുന്നതാണ് താഴ്വശത്തെ വീതി വരിക കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ 4 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതാ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഇടതുവശത്ത് മാർക്ക് ചെയ്തത്, മറ്റൊന്ന് വലതുവശത്താണ് മാർക്ക് ചെയ്തത്. അതായത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് 1.6 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി മാർക്ക് ചെയ്ത 2 പോയിന്റും തമ്മിൽ ഒന്നിതാ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യുക. അതായത് ഒരു ഭാഗത്ത് വീതി കൂടിയതും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞതുമായിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇവിടെ 1.6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് വലതുവശത്താണ്. എന്നാൽ നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ മാർക്ക് ചെയ്ത ഭാഗം ഇടതുവശമാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലോത്തിൻ്റെ ഇടതും വലതും ആയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് വീതി കൂടും, ഒരു ഭാഗത്ത് വീതി കുറയും. താഴ്വശത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്ററിൽ കൂടി അത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് ഒരു പീസും മറ്റേ ഭാഗത്തു നിന്ന് മറ്റേ പീസും കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ 6-7 പീസ് ഈ ഒരു ഫോൾഡിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുകൾ വശത്തുള്ള ഒരു ചെറിയ ഭാഗം മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ മറ്റേ സൈഡിലുള്ള ഭാഗം എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് നേരെ തിരിച്ച് വെക്കുക. അപ്പോൾ മുകൾ വശത്തുള്ള ആ വീതി രണ്ട് സൈഡിലും ഒരുപോലെയായി. താഴ്വശത്തെ വീതി കൂടിയ ഭാഗം രണ്ടും ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ നമുക്ക് വേസ്റ്റായി വന്നിട്ടുണ്ട്, അത് നമുക്ക് കളയാം. ഇപ്പം മുകൾ വശത്ത് വീതി കുറഞ്ഞതും താഴ്വശത്ത് ഇതുപോലെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ 7 പീസാണ് എനിക്കിപ്പോൾ ഇവിടെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നതും. ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വീതിക്കാണ് കിട്ടുക. നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ 1.6 മാർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ നമുക്ക് ആ നല്ല വീതിക്ക് തന്നെ കിട്ടും. താഴ്വശത്ത് മുകൾ വശത്തേക്കാളും വീതി കൂടുതലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. താഴ്വശത്ത് വീതി കൂടുമ്പോൾ അതിങ്ങനെ നല്ല ലെയറായിട്ട് നിൽക്കും, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മളിതാ ബാക്ക് പോർഷന് വേണ്ടിയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 20 പീസാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 3 തവണ സെയിം മെത്തേഡിൽ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ 20 പീസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ പീസിനും ഈക്വൽ അളവായിരിക്കണം നമ്മൾ കൊണ്ടുപോവേണ്ടത്, അത് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് മറ്റൊരു പീസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് മുഴുവനായിട്ടും ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ കട്ട് ചെയ്ത പീസ് 2 ഒരുപോലെ വെച്ചിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കിട്ടിയ 20 പീസിനെയും 2 പീസ് ജോയിൻ ചെയ്തിട്ട് 10 പീസാക്കി എടുക്കുക കേട്ടോ. ഒന്നിച്ചങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കരുത്, 2 പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വെക്കുക. എന്നിട്ട് സൈഡിലൂടെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സാവധാനം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വീതി കുറഞ്ഞ ഭാഗത്ത് നിന്നും ഇതുപോലെ വീതി കൂടിയ ഭാഗത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് പോവാൻ. 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക മാത്രം ചെയ്യുക. 2 പീസ് ജോയിൻ ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ കൂടെ ഒരു പീസ് വെച്ച് അങ്ങനെ ജോയിൻ ചെയ്യാൻ പാടില്ല. ഓരോരോ പീസ് ഇതുപോലെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് വെക്കുക. എന്നിട്ട് അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് 2 പീസുകൾ ജോയിൻ ചെയ്ത ഒരു പീസാക്കി നമുക്ക് വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ സ്റ്റിച്ച് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ആ 2 പീസും ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 4 പീസ് ജോയിൻ ചെയ്തു. ഈ 4 പീസുകൾ ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും 4 പീസുകൾ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ 8 പീസാവും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വീതി കൂട്ടി 10 പീസുകൾ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് മാത്രം സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇറക്കത്തിൽ വേരിയേഷൻ വരും. അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ താഴ്വശത്ത് ഇതാ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ വീതി കുറഞ്ഞ ഭാഗവും താഴ്വശം നല്ല വീതി കൂടിയിട്ട് ഫ്ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ലൈനിങ് ഫാബ്രിക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശം മുകളിൽ വെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു പാനലിൻ്റെ പീസിൻ്റെ മോശം വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 പീസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രണ്ടിനും ബാക്കിനും 10 പീസ് വെച്ചിട്ട്. അത് രണ്ടും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസ് 2ആയി ഫോൾഡ് ചെയ്യാം. നെക്കിന് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പൊന്നും വിടണ്ട. എനിക്ക് 3 ഇഞ്ച് വേണം, ആ 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇറക്കം 6 ഇഞ്ചാണ് വേണ്ടത്. ആ 6 ഇഞ്ച് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. ഇതുപോലെ വീതിയും നീളവും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നെക്കൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ ടാപ്പ് 1 ഇഞ്ച് വെക്കുക, എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും പുറത്തോട്ടാണ് 1 ഇഞ്ച് കൊടുക്കേണ്ടത്. ആ കേവ് വരുന്ന ഭാഗമൊക്കെ അതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റൗണ്ട് വരുന്ന വിധത്തിൽ തന്നെയാണ് അതും ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഉള്ളിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു മാർക്കിംഗ് പോയിന്റിലൂടെയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടും ഇതുപോലെ വീതി 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഫ്രണ്ട് നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണല്ലോ എടുത്തത്. ഇറക്കം ഞാനൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് വേണമെങ്കിൽ അതെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഇറക്കം എത്രത്തോളം എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു ഹാഫ് റൗണ്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സർക്കിൾ കൊടുക്കുന്നത്. ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് പുറത്തോട്ട് ഇതുപോലെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഷേപ്പ് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് മാർക്ക് ചെയ്ത നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്യാം. പിന്നീട് നമ്മൾ സെക്കൻഡ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൻ്റെ അളവിലൂടെയും കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് നെക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ബാക്ക് നെക്ക് സിമ്പിളായി പറഞ്ഞു പോകുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുക. ഇവിടെ മെയിൻ ഫാബ്രിക്കാണ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ലൈനിങ് ഫാബ്രിക് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻവാസിൻ്റെ ഷെയ്നിങ് ഉള്ള ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ വരുന്ന ഒരു 1/2 ഇഞ്ച് കണ്ടോ, അതിനെ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെയിം രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മളതിതാ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാർക്കിട്ട് കൊടുക്കുക. നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സെൻറ്റർ പോയിൻറ്റുകൾ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ക്യാൻവാസ് വെച്ച് ആ ഒരു പീസ് വെക്കുക. എന്നിട്ട് ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാതെ സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം രീതിയിൽ നല്ല വശത്തേക്ക് ക്യാൻവാസ് വെച്ചിട്ട് ബാക്ക് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് വരുന്ന പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഓരോരോ പോയിൻറ്റും കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാനാണ് നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനിലല്ലേ നിൽക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മൾ നേരെ മോശം വശത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ നെക്ക് കിട്ടും. ആ ഒരു കട്ടിങ്ങൊക്കെ കറക്റ്റ് ആവുകയാണെങ്കിൽ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് കാണാതെ തുന്നിക്കൊടുക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ആം ഹോളിൻ്റെ അളവൊന്ന് കൃത്യമായിട്ട് എടുക്കണം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 10.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 9.5 ഇഞ്ച് വീതിക്കാണ് നമ്മൾ സ്ലീവിൻ്റെ ക്ലോത്ത് ഫോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. സ്ലീവ് കട്ട് ചെയ്യാൻ നിങ്ങൾ ഏത് രീതിയിൽ ഫോൾഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. 4 പീസായി ഫോൾഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഞാനിത് ഇതുപോലെ നീളത്തിലുള്ള ഭാഗത്തെയും 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതാണ് നമ്മൾ ആം ഹോളിൽ അളന്നെടുത്തത്. ഇനി ഇറക്കം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് 17.5 ഇഞ്ചാണ്. ഈ 17.5 ഇഞ്ചിൻ്റെ കൂടെ മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ 18 ഇഞ്ച്. അതേപോലെ തന്നെ താഴ്വശം ഫോൾഡ് ചെയ്യാൻ 1 ഇഞ്ച് കൂടി വേണം. അങ്ങനെ ടോട്ടൽ 19 ഇഞ്ചാണ് ഞാനിവിടെ ഇറക്കെടുക്കുന്നത്. ആ 19 ഇഞ്ചിൽ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴ്വശത്തെ വീതി കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് നമുക്ക് എവിടെയാണോ സ്ലീവ് ഇടുന്നത് ആ ഭാഗത്തെ റൗണ്ട് ഇതുപോലെ എടുക്കുക. ടൈറ്റ് പിടിച്ചെടുക്കേണ്ട, കുറച്ച് ലൂസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് സ്ലീവ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ അളവിൻ്റെ നേർപകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 6.5 ഇഞ്ചാണ് കിട്ടിയത്. ആ 6.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി ഏറ്റവും മുകൾ വശത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, ഈ ഒരു സൈഡിൽ ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. എന്നിട്ട് ഇതാ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1-2 തവണ പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്ത് 7.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 8.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് മാറി ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ച് കൊടുക്കുക. സെൻറ്റർ പോയിൻറ്റിൽ നിന്നും ഒരു സൈഡിലേക്കും അവിടെ നിന്നും നേരെ സെൻറ്ററിലേക്കും സ്റ്റിച്ച് ചെയ്യുക. ശേഷം മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും നല്ല വശങ്ങളാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളത് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവൊക്കെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ താഴ്വശം എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശം വെക്കുക കേട്ടോ. മുകൾ വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2ൻ്റെയും നല്ല വശങ്ങൾ വെച്ച് കൊടുക്കണം, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഫ്രണ്ട് പോർഷനിലും നമ്മൾ നല്ല വശം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്കേർട്ട് പോർഷൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം സ്ലീവ് മുതൽ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമുക്കിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ കഴിഞ്ഞ് ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചോ സ്കേർട്ട് പോർഷൻ്റെ 4 പീസും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് 2 ലൈനിങ് ഫാബ്രിക്കും 2 മെയിൻ ഫാബ്രിക്കും ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചോ നമുക്ക് ഇറക്കി സ്കേർട്ട് പോർഷൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ മാത്രമേ നമ്മൾ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. 2 സൈഡും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ലൈനിങ് ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റാം. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ് ഫാബ്രിക് വേണ്ട, ലൈനിങ് വേറെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക് രണ്ടും ഒരേപോലെ എടുത്ത് സ്റ്റിച്ച് ചെയ്തു. ശേഷം ലൈനിങ് ഫാബ്രിക് രണ്ടും ഒരേപോലെ എടുക്കുക. ഇവിടെ മെയിൻ ഫാബ്രിക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈനിങ് ഫാബ്രിക് മാത്രം എടുത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ താഴ്വശം നമ്മളൊരു 1/4 ഇഞ്ച് മുഴുവനായിട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. അത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഒന്നുകൂടി ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. 2 തവണ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. ലൈനിങ്ങും ഇതുപോലെ ചെയ്തെടുക്കണം. മെയിൻ ഫാബ്രിക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കിവിടെ ലേസ് വെച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലേസിൻ്റെ മുകളിലൂടെയും അതുപോലെ തന്നെ താഴ്വശത്ത് കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്കാലപ്പ് വരുന്ന ഭാഗം താഴ്വശത്ത് കാണുന്ന വിധത്തിൽ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ലേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ഷോള് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിതാ 2.25 മീറ്റർ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ വീതി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ മുകൾ വശത്ത് പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗമുണ്ട്, അതായത് ഡിസൈൻ ഇല്ലാത്ത ഭാഗം, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം അവിടുന്ന് നമുക്ക് വേണ്ടുന്ന വീതി, നിങ്ങളുടെ പഴയ ഷാളോ എന്തിൻ്റെങ്കിലും വീതി നോക്കിയിട്ട് എടുക്കുക. മുഴുവനായിട്ടും ക്ലോത്തിൻ്റെ വീതി നമുക്ക് ആവശ്യമില്ല. 33 ഇഞ്ച് വീതിയാണ് ഞാൻ എടുക്കുന്നത്. ക്ലോത്തിൻ്റെ വീതി മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോൾ ഇടുമ്പോൾ ഒന്ന് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന വീതി, ഈ ലേസ് 1.5 ഇഞ്ച് വീതിക്കാണ് വരുന്നത്. അപ്പോൾ ആ ലേസിൻ്റെ 1.5 ഇഞ്ച് വീതി ഞാൻ ഈ 33 ഇഞ്ചിൽ നിന്നും കുറക്കുന്നുണ്ട്. ആ കിട്ടിയ അളവാണ് നമ്മൾ ഈ ഷോൾ കട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ലേസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതെടുക്കുക. ഒരു 33 ഇഞ്ചെങ്കിലും വീതി വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡൊക്കെ ഫോൾഡ് ചെയ്യാനുള്ള തയ്യൽ തുമ്പടക്കാണ് കേട്ടോ ആ ഒരു വീതി വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷോളിൻ്റെ വീതി നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്താലും മതി. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുക. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുഴുവനായും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഡ്രസ്സ് തയ്യാറായിട്ടുണ്ട്.
നമുക്ക് തന്നെ അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ പാനലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻസസ് കട്ട് പാനൽ ഗൗണാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെ ചെയ്തിട്ടുണ്ട്. 7.5 മീറ്റർ ക്ലോത്താണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 7 മീറ്റർ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 1/2 മീറ്റർ ക്ലോത്ത് ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ, ടേക്ക് കെയർ.